ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ രാമേശ്വരത്ത് തന്നെയാണ്. ഇവിടെ നേരെ ധനുഷ്കോടി പോകണേ. ഇവിടെ ഈ ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 25 മിനിറ്റ് പിടിക്കും ധനുഷ്കോടിയിലെത്താൻ. അപ്പോൾ ഇനി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ നേരെ ധനുഷ്കോടി. പിന്നെ നമുക്ക് ധനുഷ്കോടി വിശേഷങ്ങൾ കാണാം. ഓക്കെ. നമ്മളിപ്പോൾ രാമേശ്വരത്ത് ചെറിയൊരു റോഡ് വഴി കൂടെ നമ്മൾ ധനുഷ്കോടി മെയിൻ ഹൈവേക്ക് കയറണത്. റോഡ് വളരെ മോശമാണ്, വളരെ മോശമാണ്. നമുക്ക് കാണാം, ഫുൾ കുണ്ടും കുഴിയാണ്. ഞാൻ അവിടെ സൈഡിൽ നിന്നൊരു തട്ടുകടയിൽ നിന്ന് ഇഡ്ഡലി കഴിച്ചു. 4 ഇഡ്ഡലിക്ക് 30 രൂപ. നല്ല ഇഡ്ഡലി ആയിരുന്നു. ഇവിടെ രാമേശ്വരം മാക്സിമം വന്നിട്ട് നോർത്ത് ഇന്ത്യൻസും പിന്നെ മലയാളീസുമാണ്. പിന്നെ കുറേ മലയാളീസിനെ കണ്ടു. ഇവിടെ രാവിലെ ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് 2-3 ദിവസമൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. ഇന്നാണ് കുറച്ച് കുറഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാവിലെ ഞാൻ ബൈക്ക് എടുത്തപ്പോൾ ചെറുതായി ചാറി. ഞാൻ ചോദിച്ചു, ഞാൻ റെയിൻ കോട്ടിലെടുത്ത് റൂമിൽ വെച്ചു. അപ്പോൾ ചോദിച്ചു, പണി പാളിയാ മഴ പെയ്തപ്പോൾ. ഇനി ഏകദേശം ഒരു 17 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ധനുഷ്കോടിക്ക്. ഇവിടെ നല്ല കാറ്റാണ്. ഞാൻ പറയും, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ ഈ ആക്ഷൻ ക്യാമറയ്ക്ക് എക്സ്റ്റേണൽ മൈക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇന്റേണൽ മൈക്കിൽ വർക്ക് ചെയ്യണ്. ഇപ്പോഴേ ഒരുവിധം കാറ്റുണ്ട്. ധനുഷ്കോടി പറയണ്ടല്ലോ, അത് ഡബിളായിരിക്കും കാറ്റ്. ഇത് നല്ല റോഡാട്ടോ, അതൊക്കെ കാണാം. പുതിയ റോഡ് പോലെ ഉണ്ട്. റോഡ് ഇപ്പോൾ ടാർ ചെയ്ത പോലെ ഉണ്ട്. മീഡിയം ട്രാഫിക്കാണ്. അവിടെ ബോർഡിൽ എഴുതിക്കുന്നത് ധനുഷ്കോടി 17 കിലോമീറ്റർ, ഗൂഗിൾ മാപ്പിൽ ധനുഷ്കോടി 16 കിലോമീറ്ററിനാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ മധുര ധനുഷ്കോടി ഹൈവേ. കാണാൻ നല്ല അടിപൊളി ഹൈവേ ആണ്. സ്ട്രേറ്റ് ധനുഷ്കോടി. അവിടെ കാണാൻ കുറച്ച് കടൽ, ബേ ഓഫ് ബംഗാളാണിത്. ഇതിപ്പോൾ വരുന്ന പോലെ ഒരു ആക്സിഡൻറ്റ് കണ്ടതാണ്. ഒരു 15-20 മിനിറ്റ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് കണ്ടിട്ട്. ഇവിടെ കണ്ടില്ല, ഈ ഡിവൈഡറിൽ ഇടിച്ച് വണ്ടി ഈ കണ്ടീഷനിലായി. ഇത് നമ്മുടെ റെൻ്റേ കാറാണ്, മൈൽസിൻ്റെ റെൻ്റേ കാറാണ്. ഏതാ വണ്ടി നോക്കട്ടെ, i20 ആണ്. കർണാടക, ബാംഗ്ലൂർ രജിസ്ട്രേഷൻ. ഈ സീറ്റ് ബെൽറ്റും എയർ ബാഗും ഉള്ളതുകൊണ്ട് ആൾക്കാർക്കൊന്നും പറ്റിയില്ല. നിങ്ങൾക്ക് അവിടെ 2 എയർ ബാഗ് പൊട്ടി. അപ്പോൾ ഇതുകൊണ്ടാണ് പറയണത് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടണമെന്ന്. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അപ്പോൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് മെയിനായിട്ട് ഇടുക, അതേപോലെ ഹെൽമെറ്റ് യൂസ് ചെയ്യുക.
അങ്ങനെ ധനുഷ്കോടി എത്തി. ഇപ്പോൾ നല്ല ക്രൗഡാണ്, ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതാ കാണുന്നതാണ് നമ്മുടെ ബേ ഓഫ് ബംഗാൾ. അത് കഴിഞ്ഞിട്ട് അപ്പർ സൈഡ് കാണുന്നതാണ് ഇന്ത്യൻ ഓഷ്യൻ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത സ്ഥലമാണിത്. പിന്നെ ധനുഷ്കോടി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബോർഡർ പങ്കുവെക്കുന്ന ഒരൊറ്റ ലാൻഡാണ് ധനുഷ്കോടി. ഇവിടെ ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്ക് അപ്പോൾ ഓഡിയോ ക്വാളിറ്റി കണ്ടാൽ അറിയാം കാറ്റ് എത്ര രീതിയിലുണ്ടെന്ന്. ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. അപ്പോൾ വോയിസിലും ചെറുതായി ബ്രേക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. നമുക്കിവിടെ ഒരു ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. ഇന്ത്യ ശ്രീലങ്ക ബോർഡർ കാണാനാണ് പറയണേ. 20 രൂപ അവർ പറഞ്ഞ ചാർജ് ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാൻ വിചാരിച്ച് ഞാൻ ക്യൂ നിൽക്കണേ. ഒരു 6-7 പേരുണ്ട് ക്യൂവിൽ. ആദ്യ വെള്ളം അപ്പുറത്ത് മണൽ ബ്ലാക്ക് കളർ സ്റ്റോൺ സ്റ്റോൺ പാനി അപ്പുറത്ത് വെള്ളം ഫസ്റ്റ് கடல் அந்த கடலுக்கு பின்னாடி பெரிய மணல், அந்த மணல்ல ஸ்டோன், அதான் ராமேஸ்வரனுடைய ஸ்டோன். பின்னாடி கடல், லாஸ்ட் மணல் மேலே 2 மவுண்டிங் பிளாக் கலர். பெருசு இந்தியாவோட சின்ன இலங்கையோட இன்டர்நேஷனல் போர்டர். இங்கேருந்து 8 கிலோமீட்டர், இங்கேருந்து 8 கிலோமீட்டர், இலங்கைக்கு 18 கிலோமീറ്റർ. ഓക്കെവാ? ആ ബൈനോക്കുലർ കൂടെ 20 രൂപയ്ക്ക് ഞാൻ കണ്ടത്. അവർ പറഞ്ഞു 2 കല്ല് കാണിച്ചു തന്നു. എനിക്ക് പറഞ്ഞു അതാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബോർഡർ. അത് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് ഒരു കല്ല് വന്നിട്ട് ഇന്ത്യൻ്റെ സീ ബോർഡറും ഒരു കല്ല് വന്നിട്ട് ശ്രീലങ്കൻ്റെ സീ ബോർഡറും, അങ്ങനെ അവർ പറഞ്ഞത്. എനിക്കറിയില്ല, അവർ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കാല്ലാണ്ട് സത്യമാണെന്ന് എനിക്കറിയില്ല. അവരെന്താ പറഞ്ഞത് ഞാൻ പറയണു, അത്ര തന്നെയല്ലോ. അതിൻ്റെ ഒരു നിങ്ങൾക്കായിരിക്കും ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ അറിയാൻ പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗം. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോവാം. നല്ല ക്രൗഡെല്ലാം ഉണ്ട്. ഞാനപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകാൻ പോണ്. ബേ ഓഫ് ബംഗാളിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഇറങ്ങി പോകാനുള്ള വഴിയില്ല. ഇന്ത്യൻ ഓഷ്യൻ്റെ സൈഡിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇതേപോലെ നമുക്ക് ഫോട്ടോ എടുത്ത് അപ്പന്ന പ്രിൻ്റ് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. ചാർജ് എത്രയാണെന്ന് അറിയില്ല, 100-150 ആയിരിക്കും ചാർജ്. ഇവിടെ ഉള്ള ചെറിയ കുട്ടികൾ പിന്നെ മണ്ണിൽ ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കി കളിക്കുന്നത്. ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ ഞാൻ റേറ്റ് വെച്ചു. A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് തരാൻ 100 രൂപയും ഐഫോണിൻ്റെ പകുതി ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് തരാൻ 50 രൂപയാണ് ചാർജ്. ഫോട്ടോ പേപ്പറൊന്നുമല്ല, സാധാ A4 ഷീറ്റാണ് പ്രിൻ്റ് എടുത്ത് തരുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടക്കാരും ഇവിടെ കാണാം. നമുക്ക് പേളും കാര്യങ്ങളെല്ലാം വെച്ച് ഉണ്ടാക്കിയ മാലയും ഓർണമെൻറ്റ്സ് എല്ലാം കാണാം അവിടെ. ഇതിൻ്റെ ലാസ്റ്റ് ബോർഡർ അത് കാട്ടാൻ വേണ്ടി ഇവിടെ അശോക് പില്ലർ വെച്ചിട്ടുണ്ട് അവർ. താങ്ക്സ് ബ്രോ.
കുറച്ച് ഈ അശോക് പില്ലയുടെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേ ഓഫ് ബംഗാളിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. ഒന്ന് ജസ്റ്റ് അവിടെ ഇറങ്ങി നോക്കാൻ വിചാരിച്ച് കണ്ടപ്പോൾ നിർത്തിയതാ. ഇവിടെ ഫുൾ ടൂറിസ്റ്റുകൾ വലിയ വാട്ടർ ബോട്ടിലും പ്ലാസ്റ്റിക് സാധനങ്ങളിട്ട് വേസ്റ്റ് ആക്കി ഈ ബീച്ചിനെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ബേ ഓഫ് ബംഗാളിൻ്റെ സൈഡ്. ഇവിടെ നല്ല റഷ് ഉണ്ട് ഇവിടെയും. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിൽ പോവാം, സമയം വേസ്റ്റ് ആക്കണില്ല. അപ്പോൾ ഞാൻ ധനുഷ്കോടി തിരിച്ച് റൂമിൽ ഒരു 2:45 എത്തി. അപ്പോൾ ധനുഷ്കോടിയിൽ നിന്ന് ഞാൻ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയും കൊണ്ട് റൂമിലേക്ക് വന്നത്. എന്താ പറഞ്ഞാൽ ചെക്കൗട്ട് ടൈം 2 മണിയായിരുന്നു. അതുകൊണ്ടാണ് വേഗം മഴയും കൊണ്ട് വന്നത്. എന്താ അബദ്ധം പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മഴ പെയ്യില്ല വിചാരിച്ച് റൈഡിങ് ജാക്കറ്റിനുള്ളിലുള്ള റെയിൻ ക്ലീനർ എന്ന സാധനമുണ്ട്, അതും റെയിൻകോട്ടിൻ്റെ പാൻറ്റും ഞാൻ എന്ത് ചെയ്തു റൂമിൽ വെച്ചിട്ടേ വന്നത്. അതുകൊണ്ട് ഫുൾ മഴയും കൊണ്ടാണ് എത്തിയത് റൂമിൽ. അപ്പോൾ ധനുഷ്കോടിൻ്റെ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് 3 പാർട്ടായി ഇറക്കാനാണ്. ഫസ്റ്റത്തെ പാർട്ട് വന്നിട്ട് ധനുഷ്കോടി ബോർഡറിൽ ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ്. അതിന് സെക്കൻഡ് പാർട്ടിൽ ധനുഷ്കോടിലെ ഓൾഡ് ചർച്ചും പിന്നെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ അതൊരു ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ. മൂന്നാമത്തെ പാർട്ടിൽ ഞാനൊരു ഫിഷിംഗ് ഹബ്ബ് കണ്ടിട്ടുണ്ടായിരുന്നു ധനുഷ്കോടിൽ. ആ ഫിഷിംഗ് ഹബ്ബും പിന്നെ നമ്മുടെ ഒരു അമ്പലം വിഭീഷണന് പട്ടാഭിഷേകം ചെയ്ത ആ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ. ഇത് 3ഉം കൂടിയായിരിക്കും. ഇതായിരിക്കും 3 പാർട്ടാണ് ധനുഷ്കോടിൻ്റെ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങൾ ആദ്യത്തെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട്. എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നപോലെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.